ഹായ്, ഐ എം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്റെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ ഫസ്റ്റ് എഡിറ്റോറിയൽ ഡെത്ത് അറ്റ് വർക്ക് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഇത് സിമ്പിൾ എഡിറ്റോറിയലാണ്. കാരണം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഹിന്ദു ന്യൂസ് പേപ്പറിലെ മെയിൻ ന്യൂസ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് പറഞ്ഞത് ഒരു ഇൻഡസ്ട്രിയൽ ആക്സിഡന്റിനെ കുറിച്ചായിരുന്നു. അത് നടന്നത് ആന്ധ്രാപ്രദേശിലെ ഒരു സെസ്സിലായിരുന്നു. സെസ് മീൻസ് സ്പെഷ്യൽ എക്കോണമിക് സോൺ. ആന്ധ്രാപ്രദേശിൽ ഒരുപാട് സ്പെഷ്യൽ എക്കോണമിക് സോൺസ് ഉണ്ട്. ഈ സ്പെഷ്യൽ എക്കോണമിക് സോൺസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെയിൻലി ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റും അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ എക്കോണമിക് സോൺസ് എന്നുള്ള ഒരു പോളിസി മൻമോഹൻ സിംഗ് ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. ഇന്ത്യ 10 വർഷം ഭരിച്ച മൻമോഹൻ സിംഗ് ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് സെസ് എന്ന് പറയുന്ന സംഭവം. ഇപ്പോഴും ഉണ്ട്, അത് മോഡി ഗവൺമെന്റിന്റെ കീഴിലും ഒക്കെ അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ മിക്കവാറും ടാക്സ് ഫ്രീ സോൺസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് റെഗുലേഷൻസിൽ ഇളവുകൾ കാണുന്ന സോൺസ് ആയിരിക്കും. അപ്പൊ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും താല്പര്യമായിരിക്കും. ഈ കേരളത്തിലുണ്ട് സ്പെഷ്യൽ എക്കോണമിക് സോൺസ്. എനിക്ക് തോന്നുന്നു കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റും ഒക്കെ സ്പെഷ്യൽ എക്കോണമിക് സോൺ ആണ്. അതുപോലെ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിന്റെ എക്സ്പാൻഷൻ വരുന്നത് മിക്കവാറും എല്ലാം സെസ് ആണ്, സ്പെഷ്യൽ എക്കോണമിക് സോൺസ് ആണ്. അവിടെ ടാക്സ് ഇൻസെന്റീവ്സ് കാണും, ഒരുപാട് റെഗുലേഷൻസിൽ ഇളവുകൾ കാണും. സോ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ഇൻവെസ്റ്റ് ദെയർ freely and it will give them more profit and regulatory hurdles will also be less. So അത് ഇൻവെസ്റ്റ്മെന്റ് അട്രാക്ട് ചെയ്യാൻ പറ്റിയ സോൺസ് ആണ്. അപ്പൊ ഈ സ്പെഷ്യൽ എക്കോണമിക് സോൺസ് ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ട് സ്റ്റേറ്റുകളിൽ കേരളത്തിലേക്കുള്ളതിനേക്കാൾ ഒരുപാട് കൂടുതലുണ്ട്. ആന്ധ്രയിലും തെലങ്കാനയിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും കർണാടകത്തിലും ഒക്കെ. അപ്പോ ഇതില് അനകപ്പള്ളി എന്ന് പറഞ്ഞ ഡിസ്ട്രിക്ട് ഉണ്ട് പിന്നീട് ആന്ധ്രാപ്രദേശില്. അതില് അച്യുതപുരം എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്പെഷ്യൽ എക്കോണമിക് സോൺ ഓഫ് ദ ലാർജസ്റ്റ് സ്പെഷ്യൽ എക്കോണമിക് സോൺസ് ഇൻ ആന്ധ്രാപ്രദേശ് ആണ്. അപ്പൊ അവിടെ ഈ സയൻഷ്യ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പ്ലാന്റില്, ഈ സെസ്സിലുള്ള ഒരു പ്ലാന്റില് ഒരു എക്സ്പ്ലോഷൻ നടക്കുന്നു. ഏതാണ്ട് 10 വർക്കേഴ്സ് മരിക്കുന്നു. 17 വർക്കേഴ്സ് മരിക്കുന്നു, 10 പേര് സിവിയർലി ഇൻജേർഡ് ആവുന്നു. അപ്പൊ ഇതിന് സമാനമായിട്ടുള്ള ആക്സിഡന്റ്സ് കഴിഞ്ഞ വർഷം ഈ സെയിം സെസ്സിൽ നടന്നു. അതിന്റെ കാര്യം ഈ പറയുന്നുണ്ട്. എന്നിട്ട് വിശാഖപട്ടണത്ത് കഴിഞ്ഞ വർഷം 2020 ഇതുപോലുള്ള വലിയൊരു ആക്സിഡന്റ് 12 പേര് മരിച്ചു. അപ്പൊ ഈ ആക്സിഡന്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് വെച്ച് തന്നെ ഈ സെസ്സിനകത്ത് തന്നെ ആക്സിഡന്റ് നടന്നു. പിന്നെ വിശാഖപട്ടണം ആന്ധ്രാപ്രദേശിലെ മറ്റൊരു സ്ഥലമാണ്. അവിടെ നടന്ന ഒരു സെസ്സിൽ ആക്സിഡന്റിന് 3-4 വർഷം മുമ്പ് 12 പേര് മരിച്ചു. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ്സ് ആന്ധ്രാപ്രദേശിൽ ഉണ്ടാകുമ്പോൾ അവിടുത്തെ ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉയരുന്നുണ്ട്. അപ്പോ ഈ അച്യുതപട്ടണത്തിലെ ഈ സയൻഷ്യ കമ്പനിയുടെ പ്ലാന്റില് ഈ ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ് നടക്കാനുള്ള കാരണമായിട്ട് പറയുന്നത് MTBE എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. മീഥൈൽ തേർഡ് ബ്യൂട്ടൈൽ ഈഥർ എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഇതിലെ ഒരു ലീക്ക് ഉണ്ടായി. അപ്പൊ ആ ലീക്ക് പ്ലഗ് ചെയ്യാൻ വേണ്ടിട്ട് അവിടുത്തെ തൊഴിലാളികൾ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ ഇതിൽ കുറച്ച് ലീക്ക് വന്ന് ഇലക്ട്രിക് പാനലില് വീണു. ഇലക്ട്രിക് പാനലിൽ വീണപ്പോൾ അത് ഫയർ ആയി, അത് ബ്ലാസ്റ്റ് ആയി. അപ്പം ഈ MTBE എന്ന് പറഞ്ഞാൽ മീഥൈൽ ടെർട്ട് ബ്യൂട്ടൈൽ ഈഥർ എന്ന് പറയുന്നതിന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന്റെ അകത്ത് തന്നെ പറഞ്ഞിട്ടുള്ളത് ഹൈലി ഇൻഫ്ലേമബിൾ ആണെന്നും അതിന്റെ വേപ്പറിന് പോലും സ്കിന്നിനും ഐക്കും ഒക്കെ ഇറിറ്റേഷൻ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നൊക്കെയാണ്. പിന്നെ സ്വാഭാവികമായിട്ട് അത് ആക്സിഡന്റ് ആയിട്ട് ലീക്കായി റിലീസായി പോയാല് അത് സീരിയസ് റിസ്ക് ഓഫ് ഫയറും എക്സ്പ്ലോഷനും കാരണമാവും. അതുകൊണ്ട് തന്നെ ആ ഇൻഡസ്ട്രിയിൽ ഇതിന് ഇത്തരത്തിലുള്ള എക്സ്പ്ലോഷൻ പ്രൂഫ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ വെന്റിലേറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് എക്യുപ്മെന്റ് ആണ് യൂസ് ചെയ്യാനുള്ളതെന്നും ഇതിന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ SOP ഈ MTBE യൂസ് ചെയ്യുന്ന സമയത്തുള്ള SOPക്ക് അത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ എക്സ്പ്ലോഷൻ ഉണ്ടായപ്പോൾ സംഭവം എന്താണ്? മാനേജ്മെന്റിന്റെ ഭാഗത്ത് പരാജയം ഉണ്ടായി കാണും. കാരണം ആക്സിഡന്റലി ലീക്ക് ഉണ്ടായി. ആക്സിഡന്റ് ആയിട്ടുള്ള ലീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എക്സ്പ്ലോഷൻസ് ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള എക്സ്പ്ലോഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള വെന്റിലേറ്റിംഗ് മെറ്റീരിയൽസ്, അതുപോലെ ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ്, ലൈറ്റിംഗ് എക്യുപ്മെന്റ് ഒക്കെ യൂസ് ചെയ്താൽ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ അത് ഒരു പരിധി വരെ ഒഴിവാക്കാം. പക്ഷെ അതൊന്നും അവിടെ യൂസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ ഈ ട്രേഡ് യൂണിയൻസ് എല്ലാം പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഈ മാനേജ്മെന്റ് ഭാഗത്തുള്ള ഈ പരാജയത്തിന് അവർക്ക് സ്ട്രിഞ്ചന്റ് പണിഷ്മെന്റ് കൊടുക്കണമെന്ന്. നമ്മളെ കേരളം പോലെയൊന്നും അല്ല ആന്ധ്രയും തെലങ്കാനയും ഒക്കെ. വളരെ ഇൻഡസ്ട്രി ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേറ്റുകളാണ്, വളരെ ഇൻഡസ്ട്രിയൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേറ്റുകളാണ്. ഇവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് തോന്നുന്നു നിതി ആയോഗ് ആണത് നടപ്പാക്കിയിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. നോക്കിക്കൊള്ളാം, നിതി ആയോഗ് ആണെന്നാണ് എനിക്ക് എന്റെ വിശ്വാസം. ഇന്ത്യയിൽ വേൾഡ് ബാങ്കിന്റെ ഒരു റാങ്കിങ് ആണ്, ഇന്ത്യയിൽ അത് നിതി ആയോഗ് ആണെന്നാണ് എന്റെ വിശ്വാസം. ചെയ്തിട്ടുണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്. ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ ആന്ധ്രാപ്രദേശും തെലങ്കാനയും ടോപ്പ് 3 പൊസിഷൻസിനകത്ത് മിക്കവാറും കാണും. ഇപ്പോഴും തെലങ്കാന ഫസ്റ്റ് ആണെന്ന് എന്റെ വിശ്വാസം. ആന്ധ്രയും ഫസ്റ്റ് ആയിരുന്നു ഒരു സമയത്ത്. ഇപ്പൊ ആദ്യത്തെ 5-നകത്ത് അവരുണ്ട്.
അപ്പൊ അവർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി കുറെ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഈ സെസ്സിലൊക്കെ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ഫയർ ഓഡിറ്റ് ഒക്കെ, സേഫ്റ്റി ഓഡിറ്റ് ഒക്കെ അവര് കുറെ എക്സംഷൻസ് കൊടുത്തു. അതായത് നമ്മളുടെ ഈ ഇതിന്റെ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽസ് അവിടെ പ്ലാന്റിൽ വന്ന് ഇൻസ്പെക്ഷൻ നടത്തേണ്ട പകരം ഓൺലൈൻ ഓഡിറ്റിംഗ് ആ ചെയ്യുന്നത്. ഈവൻ ഹൈലി റിസ്ക് ഉള്ള കമ്പനീസ്, കെമിക്കൽസിലും ഫാർമയിലും ഒക്കെ പ്രവർത്തിക്കുന്ന കമ്പനീസ് ആണെങ്കിൽ പോലും അവർക്കും ഈ ഓൺലൈൻ തന്നെ ആയിട്ടാണ് ഈ സേഫ്റ്റി ഓഡിറ്റിംഗ് നടക്കുന്നത്. അതുപോലെ മീഡിയം റിസ്ക് ഇൻഡസ്ട്രീസ് ആണെന്നുണ്ടെങ്കിൽ സേഫ്റ്റി ഓഡിറ്റിംഗ് അവർക്ക് കമ്പൽസറി അല്ല, ചെയ്യണം. അവർ സെൽഫ് ഓഡിറ്റിംഗ് ചെയ്യണം ഒരു തേർഡ് പാർട്ടിയെ കൊണ്ട്. അങ്ങനെയാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. അതൊക്കെ വേൾഡ് ഓവർ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങൾ സിംഗപ്പൂരും പിന്നീട് ന്യൂസിലാൻഡും ഒക്കെയാണ്. അപ്പം ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്, വേൾഡ് ഓവറുള്ള പ്രാക്ടീസ്. അപ്പൊ ആ പ്രാക്ടീസ് ആന്ധ്രാപ്രദേശിൽ അവിടുത്തെ ഗവൺമെന്റ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. അത് തന്നെയാണ് ഹിന്ദുവിലും പറഞ്ഞേക്കുന്നത്. പക്ഷേ അത് മാത്രമല്ല, ഈ ഓൺ സൈറ്റ് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ബ്രൈബും അവിടുത്തെ നമ്മളുടെ ഈ ഇതിന്റെ ഒഫീഷ്യൽ ഗവൺമെന്റ് ഒഫീഷ്യൽ ബ്രൈബ്സ് ഒക്കെ ഡിമാൻഡ് ചെയ്യുക, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിൽ ഗുഡ് ഇന്റന്റിൽ അവർ ചെയ്ത. പക്ഷെ ഇത്തരത്തിൽ സീരീസ് ഓഫ് ആക്സിഡന്റ്സ് ഉണ്ടാവുമ്പോൾ, പ്രത്യേകിച്ച് സ്പെഷ്യൽ എക്കണോമിക് സോൺസിലൊക്കെ ഈ പറഞ്ഞ ലൂപ്പ് ഹോൾസ് എത്രയും പെട്ടെന്ന് ഫിക്സ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഇവിടെയൊക്കെ സേഫ്റ്റി ഓഡിറ്റിംഗ് ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് ഒരു പ്രാവശ്യം നടത്തണം. എന്നിട്ട് ഇതിൽ എവിടെയെങ്കിലുമൊക്കെ ലാപ്സസ് മാനേജ്മെന്റുകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ആൾക്കാരെ പക്കായിട്ട് പണിഷ് ചെയ്യണം. അപ്പോഴേ ആ ഡെലിവറി ഓഫ് ജസ്റ്റിസ് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ എഡിറ്റോറിയൽ അവസാനിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. ഇനി സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂയിങ് സൈലൻസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഇന്റർവ്യൂയിങ് സൈലൻസ് ഇത് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ, ഇതും നമ്മൾ കഴിഞ്ഞ ദിവസം ഹിന്ദുവിൽ ഡിസ്കസ് ചെയ്ത ന്യൂസ് ആണ്. നമ്മളുടെ മേഘാലയയിലെ തിക്രിക്കില്ല എന്ന് പറഞ്ഞ സ്ഥലം, മേഘാലയയിൽ നിന്ന് പഠിച്ചു വെച്ചാൽ മതി. തിക്രിക്കില്ല എന്ന് പറഞ്ഞ സ്ഥലം, ഇവിടെ ഒരു കുഞ്ഞിന് പോളിയോ സ്ഥിരീകരിച്ചു. ഇവിടെ ഒരു കുഞ്ഞിന് പോളിയോ സ്ഥിരീകരിച്ചു മേഘാലയയിലെ തിക്രിക്കില്ല എന്ന് പറയുന്ന സ്ഥലത്ത്. ഈ പോളിയോ സ്ഥിരീകരിക്കുമ്പോൾ നമ്മൾ ഇതിനെ സീരിയസ് ആയിട്ട്, ഭയങ്കര സീരിയസ് ആയിട്ട് കാണണം. കാരണം പോളിയോ ഈസ് എ വെരി ഡെഡ്ലി ഡിസീസ്. നമ്മുടെ ജീവിതം മുഴുവനും ഹാൻഡിക്യാപ്ഡ് ആക്കാൻ, പിന്നീട് ഫിസിക്കലി ചലഞ്ചഡ് ആക്കാൻ പോളിയോയ്ക്ക് കഴിയും. അപ്പൊ ഈ പോളിയോ 2011 ശേഷം ഇന്ത്യ പോളിയോ ഫ്രീ ആയിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യും. 2014 WHO ഇന്ത്യയെ പോളിയോ ഫ്രീ ആയിട്ട് ഡിക്ലെയർ ചെയ്യാണ്. അതിനുശേഷം ഒരിക്കൽ 2022 കൊൽക്കത്തയില് എൻവയോൺമെന്റൽ സാമ്പിളില് ഒരു പോളിയോ വാക്സിൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഒരു എൻവയോൺമെന്റൽ സാമ്പിളിലാണ്, അല്ലാതെ അത് വ്യക്തിയിലല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പൊ അത് പിന്നെ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തപ്പം അത് വാക്സിൻ ഡിറൈവ്ഡ് പോളിയോ വൈറസ് ആയിരുന്നു. വാക്സിൻ ഡിറൈവ്ഡ് പോളിയോ വൈറസ്, അതായത് ചില കുട്ടികൾക്ക് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ള കുട്ടികൾക്ക്, അതായത് ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസി ഒക്കെ ഉള്ള കുട്ടികൾക്ക് ഇതുപോലെ വാക്സിൻ ഡിറൈവ്ഡ് പോളിയോ വൈറസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവരിൽ നിന്ന് അത് റിലീസ് ആവും. IVDPV എന്ന് പറയും, ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി റിലേറ്റഡ് വാക്സിൻ ഡിറൈവ്ഡ് പോളിയോ വൈറസ് ആണ്. അത് അത്ര നമ്മൾ പേടിക്കേണ്ടതില്ലായിരുന്നു. അത് അങ്ങനെ ഏതോ ഒരു ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഉള്ള കുട്ടിയിൽ നിന്ന് അത് റിലീസ് ചെയ്യപ്പെട്ടതായിരിക്കണം എന്നത് കൺഫേം ചെയ്യുക, അത് വിടുകയും ചെയ്തു. അത് അത്ര സീരിയസ് ആയിട്ട് നമ്മൾ കണ്ടില്ല. അതേ സമയത്ത് ഈ വൈൽഡ് പോളിയോ വൈറസ് ഉണ്ട്. വൈൽഡ് പോളിയോ വൈറസ്, അതാണ് നമ്മള് പണ്ട് നമ്മളുടെ ഈ വാക്സിനൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ആൾക്കാർക്ക് ഈ പോളിയോ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വൈൽഡ് പോളിയോ വൈറസ്. അതിന്റെ ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്, ടൈപ്പ് 3 ഉണ്ട്. ഇങ്ങനെ 3 ടൈപ്പ് ഉണ്ട്. ഈ ഗ്ലോബലി ടൈപ്പ് 2ഉം ടൈപ്പ് 3ഉം വൈൽഡ് പോളിയോ വൈറസിന് ഇറാഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ടൈപ്പ് 2നെ 2015-ലും ടൈപ്പ് 3യെ 2019-ലും ഇറാഡിക്കേറ്റ് ചെയ്തു. ഇനി ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ആകപ്പം ഇറാഡിക്കേറ്റ് ചെയ്യാത്തത് ഇപ്പോഴും നിലനിൽക്കുന്ന ടൈപ്പ് 1 മാത്രമാണ്. അതും ഈ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ പോലുള്ള ചില സ്ഥലങ്ങളിൽ മാത്രമാണ് കുറച്ചത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ടൈപ്പ് 1. അപ്പൊ ഇന്ത്യയിൽ ടൈപ്പ് 1 പോളിയോ വൈറസ്, ടൈപ്പ് 2 ടൈപ്പ് 3 ഗ്ലോബലി അത് ഇറാഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ എല്ലായിടത്തും. ടൈപ്പ് 1 പോളിയോ വൈറസ് ഇന്ത്യയിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്, ഏതാണ്ട് ഒരു ഡെക്കേഡ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് 1 വൈറസ് ആണ് ഇവിടുത്തെ ഈ കുട്ടിക്ക് ബാധിച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് വൈൽഡ് പോളിയോ വൈറസ് ടൈപ്പ് 1 ആണ് ബാധിച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് വാക്സിൻ ഈ പറഞ്ഞ IVDVP അല്ല, അതല്ലാതെ ഈ
വൈൽഡ് പോളിയോ വൈറസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ടൈപ്പ് 1 ബാധിക്കാൻ സാധ്യതയുണ്ട്. ടൈപ്പ് 1 ചില രാജ്യങ്ങളിലുണ്ട്, പക്ഷെ ഇന്ത്യയിൽ അതില്ലായിരുന്നു. അപ്പൊ ഈ കുട്ടിക്ക് ടൈപ്പ് 1 വൈൽഡ് പോളിയോ വൈറസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടഡ് ആയിരിക്കും, മറ്റേതോ രാജ്യത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെട്ടതായിരിക്കും. അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇതൊന്നും കൺഫേം ചെയ്തിട്ടില്ല. ഈ IVDP ആണോ അതോ പിന്നീട് വൈൽഡ് പോളിയോ വൈറസ് ആണോ, ഇതൊന്നും കൺഫേം ചെയ്ത് പറയേണ്ടത് ICMR-ന്റെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ NIV നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ഉണ്ട്, അതിന്റെ മുംബൈ യൂണിറ്റിലേക്കാണ് ഇത് ടെസ്റ്റിന് അയച്ചേക്കുന്നത്. അവർ ഇതുവരെയും കൺഫേം ചെയ്ത് പറഞ്ഞിട്ടില്ല. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഇനി വാക്സിൻ ഡിറൈവ്ഡ് ആയിട്ടുള്ള ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടായിട്ടുള്ള വാക്സിൻ ഡിറൈവ്ഡ് പോളിയോ വൈറസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ IVDPV ഉണ്ട്, CVDPV ഉണ്ട്. IVDPV ആണെന്നുണ്ടെങ്കിൽ അത്രയും പേടിക്കേണ്ട കാര്യം, അത് ആ കുട്ടിയിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കും ഈ IVDP. അതേസമയത്ത് CVDP എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി അല്ല സർക്കുലേറ്റിംഗ് ആയിട്ടുള്ള പിന്നീട് പോളിയോ വൈറസ് ആണ്. ഈ വാക്സിൻ ഡിറൈവ്ഡ് ആയിട്ടുള്ള സർക്കുലേറ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പം അതാകുമ്പം കമ്മ്യൂണിറ്റിയിൽ അത് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. കമ്മ്യൂണിറ്റിയിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ളതോ ആയിരിക്കും അവർ. പക്ഷേ അപ്പം ഈ വാക്സിൻ ഡിറൈവ്ഡ് പോളിയോ വൈറസ് ആണെന്നുണ്ടെങ്കിൽ അത് IVDPV ആണെന്ന് അറിയണം, അതല്ലെങ്കിൽ CVDP ആണെന്ന് അറിയണം. അപ്പം ഇതൊന്നും കൺഫേം ചെയ്ത് പറയുന്നതിൽ കാലതാമസം നേരിട്ടുകൊണ്ട് ഇരിക്കുകയാണ്. August 14 കണ്ടത് കൺഫേം ചെയ്ത് ഇങ്ങനെ പോളിയോയുടെ കാര്യം. അപ്പം ഈ പറഞ്ഞ വേരിയൻസിൽ ഏതാണെന്നുള്ള കാര്യമൊക്കെ പറയുന്നതിൽ ഇതുവരെയ്ക്കും NIV നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി മുംബൈ ഇതുവരെയ്ക്കും അത് പറയുന്നില്ല. അപ്പൊ അത് പിന്നീട് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് അതിന്റെ ഇൻഫർമേഷനൊക്കെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ, നമ്മളിവിടെ ഈ പോളിയോ വാക്സിൻ ഉണ്ടല്ലോ, നമ്മൾ ഈ ഇൻജെക്ട് ചെയ്യുന്ന IPV പോളിയോ വാക്സിൻ അല്ല ഇവിടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ OPV ആണ് ഉപയോഗിക്കുന്നത്, ഓറൽ പോളിയോ വാക്സിൻ. നമുക്കറിയാലോ, ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ തുള്ളിയായിട്ട് ഇങ്ങനെ കൊച്ചുങ്ങൾക്ക് വായിലൊഴിച്ചു കൊടുക്കുന്ന നമ്മൾ ഈ പോളിയോ കൊടുക്കുന്ന ദിവസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പണ്ട് അമിതാഭ് ബച്ചന്റെ അഡ്വർടൈസ്മെന്റ്സും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പോളിയോ വാക്സിനേഷൻ. അപ്പൊ ഇവിടെ ഓറൽ പോളിയോ വാക്സിനാ കൊടുക്കുന്നത്. ഈ ഓറൽ പോളിയോ വാക്സിന്റെ കുഴപ്പമെന്ന് വെച്ചാല്, ഈ ഇമ്മ്യൂണോ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഓറൽ പോളിയോ വാക്സിൻ അവർക്ക് അത്രയും ഇഫക്റ്റീവ് ആയിരിക്കത്തില്ല. പക്ഷെ ഇന്ത്യയിൽ ഈ വാക്സിൻ കൊടുക്കുന്നതിന് മുമ്പ് ഈ ഇമ്മ്യൂണോ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നമുള്ള ഒരു കുട്ടിയാണെന്നുള്ള കാര്യം കണ്ട, ഇമ്മ്യൂണോ ഡെഫിഷ്യന്റ് ചിൽഡ്രൻ ആർ നോട്ട് സപ്പോസ് ടു ബി അഡ്മിനിസ്ട്രേഡ് OPV. പക്ഷെ നമ്മൾ ഓറൽ പോളിയോ വാക്സിനാണ് എല്ലാ കുട്ടികളും കൊടുത്തോണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പൊ ഈ ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കുന്നതിന് മുമ്പ് ആ കുട്ടി ഇമ്മ്യൂണോ ഡെഫിഷ്യന്റ് ആണോ എന്നുള്ള കാര്യമൊന്നും കണ്ടുപിടിക്കുന്ന ഒരു സംവിധാനം ഒന്നും ഇന്ത്യയിലില്ല. അതുകൊണ്ട് തന്നെ അവർക്കും OPV ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാക്സിൻ ഡിറൈവ്ഡ് ആയിട്ടുള്ള ഈ ഇത്തരത്തിലുള്ള പോളിയോ വൈറസ് ഇന്ത്യയിൽ ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ OPV തന്നെ കൊടുത്തുകൊണ്ടിരുന്ന കാര്യം, ഇമ്മ്യൂണോ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ OPV കൊടുക്കുന്നത്, അവർക്ക് OPV കൊടുത്തിട്ട് കാര്യമില്ല. പക്ഷെ ഡെവലപ്ഡ് രാജ്യങ്ങൾ ഓൾറെഡി 2015 കാലഘട്ടത്തിലൊക്കെ തന്നെ ഈ OPV മാറ്റി IPVയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പൊ നമ്മളെ ഇന്ത്യയിലും എല്ലാ കുട്ടികൾക്കും എത്രയും പെട്ടെന്ന് IPVയിലേക്ക് തന്നെ മാറണം. ഈ OPV ഓറലായിട്ട് പോളിയോ വാക്സിൻ വായിൽ ഒഴിച്ചു കൊടുക്കുന്ന സിസ്റ്റത്തിൽ നിന്ന് IPVയിലേക്ക് മാറണം, മറ്റെല്ലാ വാക്സിനേഷൻസും പോലെ. എന്നാൽ മാത്രമേ കൂടുതൽ നമ്മൾ ഈ കാര്യത്തിൽ സേഫ് ആവുള്ളൂ എന്നാണ് ഇതിൽ പറഞ്ഞേക്കണം. അപ്പൊ ഇതില് ഞാൻ പറഞ്ഞതിൽ ഇത്രയേ ഉള്ളൂ കാര്യം. ഇവിടെ നമുക്ക് മേഘാലയയിലെ ഒരു കുട്ടിയിൽ ഈ പോളിയോ വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. അപ്പൊ അത് രണ്ട് രീതിയിൽ പോളിയോ വൈറസ് ഉണ്ടാവാം. അതായത് ഈ വൈൽഡ് പോളിയോ വൈറസും ഉണ്ട്, അതല്ലെങ്കിൽ ഇതുപോലെ വാക്സിൻ ഡിറൈവ്ഡ് ആയിട്ടുള്ള പോളിയോ വൈറസും ഉണ്ട്. അപ്പൊ അതേതാണെന്നൊരു കൺഫേം ചെയ്തിട്ടില്ല. വൈൽഡ് പോളിയോ വൈറസിന്റെ ടൈപ്പ് 2 ടൈപ്പ് 3 വേൾഡിൽ ഇറാഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാണ്. ടൈപ്പ് 1 മാത്രമാണ് ഇപ്പൊ ചില രാജ്യങ്ങളിൽ നിലനിൽക്കുന്നത്. പക്ഷെ ടൈപ്പ് 1 ഇന്ത്യയിലില്ല. അപ്പൊ ഈ വൈൽഡ് പോളിയോ വൈറസ് ടൈപ്പ് 1 ആണ് ഈ കുട്ടിയിലുള്ളതെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഏതോ രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യപ്പെട്ടതായിരിക്കും. പിന്നെ ഈ വാക്സിൻ ഡിറൈവ്ഡ് ആയിട്ടുള്ള പോളിയോ വൈറസിലും പല ടൈപ്പ് ഉണ്ട്, ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ഒക്കെ ഉണ്ട്. അപ്പം അതില് നമ്മളെ ഇന്ത്യയിൽ ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കുന്ന ടൈപ്പ് 2ഉം ടൈപ്പ് 3യും ടൈപ്പ് 1ഉം ടൈപ്പ് 3യും അതിനെയും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഓറൽ പോളിയോ വാക്സിൻ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതില് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം എങ്ങനെയെങ്കിലും ഈ വാക്സിൻ ഡിറൈവ്ഡ് ആയിട്ടുള്ള പോളിയോ ആണ് ആ കൊച്ചുങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളെങ്കിൽ ആ കൊച്ചിനുണ്ടായിട്ടുള്ളെങ്കിൽ അത് ടൈപ്പ് 1 അല്ലെങ്കിൽ ടൈപ്പ് 3 ആയിരിക്കാനാണ് സാധ്യത. കാര്യം ടൈപ്പ് 1 ടൈപ്പ് 3 ആണല്ലോ നമ്മൾ കൊടുക്കുന്നത് ഓറൽ പോളിയോ വാക്സിനായിട്ട്. ടൈപ്പ് 2 ആണ് വാക്സിൻ ഡെറിവേഡ് പോളിയോ വൈറസ് ആണെങ്കിൽ അതും ഇന്ത്യയിൽ ഇമ്പോർട്ടഡ് ആയിരിക്കും. പിന്നെ ഇവർ പറഞ്ഞേക്കുന്നത് ഓറൽ പോളിയോ വാക്സിൻ ഈ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഉള്ള കുട്ടികൾക്ക് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ അവർക്ക് IPV ആണ് കൊടുക്കേണ്ടത്, OPV അല്ല കൊടുക്കേണ്ടത്.
ഈ IPV അവർക്ക് കൊടുക്കണം, അവർക്ക് മാത്രം കൊടുക്കാനും പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ടെസ്റ്റ് കിട്ടുന്നതല്ല, ഇമ്മ്യൂണോ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കുട്ടിയാണെന്ന് ടെസ്റ്റ് കിട്ടുന്നതല്ല. പോളിയോ വാക്സിൻ കൊച്ചുങ്ങൾക്ക് കൊണ്ടുവരുന്നവർക്കെല്ലാം കൊടുക്കുകയാണ് ചെയ്യുന്നത് OPV. അപ്പോൾ അതുകൊണ്ട് ഡെവലപ്ഡ് നേഷൻസിലൊക്കെ ചെയ്ത പോലെ എത്രയും പെട്ടെന്ന് നമ്മൾ OPV നിർത്തിയിട്ട്, ഓറൽ പോളിയോ വാക്സിൻ നിർത്തിയിട്ട് IPVയിലേക്ക് മാറണം. അല്ലെങ്കിൽ ഭാവിയിൽ ഈ വാക്സിൻ ഡിറൈവ്ഡ് ആയിട്ടുള്ള പോളിയോ ഇന്ത്യയിൽ ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ഇത് പറയുന്നത്. അതാണ് എൻ്റെ കണ്ടന്റ്. ഇനി ഈ ആർട്ടിക്കിൾസ് നോക്കുമ്പം ഫസ്റ്റ് ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഇത് വഖഫ് ബില്ലിനെ കുറിച്ചാണ്. ഈ വഖഫ് എന്താണ്, ഇസ്ലാം മതവുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ പ്രാധാന്യം എന്താണ്, അതാണ് ഇതിന്റെ അത് ഡിസ്കസ് ചെയ്യുന്നത്. അത് ഇസ്ലാമിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഡിസ്കസ് ചെയ്യാൻ പറ്റൂ. അത് ഞാനിത് വെറുതെ ഡിസ്കസ് ചെയ്ത് വല്ല തെറ്റും പറഞ്ഞാൽ ചിലപ്പോൾ ഇത് കാണുന്ന മുസ്ലിം കുട്ടികളൊക്കെ ഒരുപാട് പേര് കാണും, അവർക്കത് ചിലപ്പോൾ എന്നെക്കാളും കൂടുതൽ അറിയായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞത് ഇത് ആ റിലീജിയനിൽ ജനിച്ചു വളർന്ന ആൾക്കാർക്ക് അവർക്ക് പോലും എല്ലാവർക്കും അറിഞ്ഞൂടായിരിക്കും. ഇതിനെക്കുറിച്ച് പഠിച്ച ആ റിലീജിയന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർക്ക് ഇത് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാനിത് ഡിസ്കസ് ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലായിക്കോളൂ. ഇനി രണ്ടാമത്തത് ദ കുർസ്ക് ഗാംബിറ്റ് യുക്രൈനിയൻ ടാക്ടിക്സ് ആൻഡ് ബാറ്റിൽ റിയാലിറ്റീസ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. ഇതിന്റെ കണ്ടന്റ് ഞാൻ പറഞ്ഞുതരാം. ഇത് അത്ര പാടൊന്നുമല്ല, ഇത് ഈസിയാണ്. ഈ റഷ്യ കഴിഞ്ഞ കുറെ കാലമായിട്ട് യുക്രൈൻ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യുക്രൈന്റെ പല പ്രദേശങ്ങളും റഷ്യ പിടിച്ചെടുത്ത് കഴിഞ്ഞു. ഏതാണ്ട് 1 lakh 246 സ്ക്വയർ കിലോമീറ്റർ അവർ പിടിച്ചെടുത്ത് കഴിഞ്ഞു. യുക്രൈന്റെ പല പ്രദേശങ്ങളും അവർ പിടിച്ചെടുത്ത് ഏതാണ്ട് 1 lakh സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഇപ്പോ റഷ്യയുടെ കയ്യിലാണ്. റഷ്യയുടെ ഈസ്റ്റേൺ ഡൊണറ്റ്സ്ക് റീജിയന്റെ പല ഭാഗങ്ങളിലും അവർ വലിയ മുന്നേറ്റം ഉണ്ടാക്കി റഷ്യ. അതില് പൊക്രോവിസ്ക് എന്ന് പറയുന്ന യുക്രൈനിയൻ സിറ്റി റഷ്യ ഇപ്പം ഓൾറെഡി പിടിച്ചെടുത്ത് കഴിഞ്ഞു. ഇപ്പൊ ഈ പൊക്രോവിസ്ക് ഒക്കെ ഡൊണറ്റ്സ്ക് റീജിയന്റെ അകത്തുള്ളതാണ്. നിങ്ങൾ ആ പേരുകളൊന്നും പഠിക്കണ്ട, വെറുതെ പറയണം. അപ്പൊ ഇതിന്റെ ഇടയില് ഇപ്പൊ യുക്രൈൻ ഒരു പരിപാടി ചെയ്തു. യുക്രൈൻ റഷ്യയിൽ അത്രയും മിലിറ്ററി പ്രൊട്ടക്ട് ചെയ്യാത്ത ഒരു പ്രദേശമാണ്. റഷ്യയിലെ അത്ര പ്രൊട്ടക്റ്റഡ് അല്ലാത്ത ഒരു മിലിറ്ററി പ്രസൻസ് ഇല്ലാത്ത ഒരു പ്രദേശമാണ് കുർസ്ക് എന്ന് പറയുന്ന പ്രദേശം. ആ പ്രദേശത്ത് ഭയങ്കര അഡ്വാൻസ്മെന്റ് യുക്രൈൻ ഉണ്ടാക്കി. ഈ യുക്രൈന്റെ അഡ്വാൻസ്മെന്റ് ഉണ്ടാക്കുമ്പോഴും അവർ ഏതാണ്ട് റഷ്യയുടെ 1000 സ്ക്വയർ കിലോമീറ്റർ പ്രദേശം മാത്രമാണ് അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റുക. 1000 സ്ക്വയർ കിലോമീറ്റർ. അതേസമയത്ത് റഷ്യ 100,000 സ്ക്വയർ കിലോമീറ്റർ പ്രദേശം പിടിച്ചെടുത്തേക്കാണ്. പക്ഷെ ഇതിനൊരു സിംബോളിക് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. യുക്രൈൻ അങ്ങനെ റഷ്യയുടെ കുറച്ച് പ്രദേശം, ഇപ്പൊ കുറച്ചാണെങ്കിൽ പോലും പിടിച്ചെടുത്തത്, റഷ്യ പിടിച്ചെടുത്തതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മിനിസ്ക്യൂൾ ആയിട്ടുള്ള ഒരു ഏരിയ മാത്രമേ പിടിച്ചെടുത്തുള്ളൂ. പക്ഷെ സ്റ്റിൽ ദാറ്റ് ഹാസ് എ സിംബോളിക് വാല്യൂ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ജർമ്മനിയുടെ അഡോൾഫ് ഹിറ്റ്ലർ റഷ്യയുടെ ചില പ്രദേശങ്ങളിൽ കടന്നുകയറ്റം നടത്തിയിരുന്നു. അതിനുശേഷമോ അതിനു മുമ്പോ ഒന്നും റഷ്യയുടെ പ്രദേശങ്ങളിലേക്ക് കടന്നുകയറ്റം നടത്താൻ ഒരു ഫോഴ്സസിലും കഴിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ യുക്രൈൻ എന്ന് പറയുന്ന റഷ്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും വലിയ ഡിഫൻസ് കേപ്പബിലിറ്റി ഒന്നും ഇല്ലാത്ത ഒരു രാജ്യം നടത്തിയ ഈ അഡ്വാൻസ്മെന്റിന് ഒരു സിംബോളിക് വിക്ടറി. പക്ഷെ ഇതിന്റെ അകത്ത് ഇത് എഴുതിയ ഓതർ പറയുന്നുണ്ട് റഷ്യ ഒരു പക്ഷെ അത് മൈൻഡ് ചെയ്യുന്നില്ലായിരിക്കും എന്ന കാര്യം. വേറൊന്നുമല്ല, അവരെ കയ്യിലുള്ള ടെറിട്ടോറിയൽ അഡ്വാൻറ്റേജ് നോക്കാം. അവർ 1,00,000 കിലോമീറ്റർ പിടിച്ചെടുത്ത് വെച്ചേക്കുമ്പം വെറും 1000 സ്ക്വയർ കിലോമീറ്റർ പ്രദേശമാണ് ഇവർ പിടിച്ചെടുത്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് റഷ്യ മൈൻഡ് ചെയ്യാതെ അവരെ ഫുൾ പട്ടാളത്തിനെയും ഈ യുക്രൈന്റെ ഈസ്റ്റേൺ റീജിയനിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ വലിയ അഡ്വാൻസ്മെന്റ്സ് ഉണ്ടാക്കി അവിടെ പല ക്രിട്ടിക്കൽ ആയിട്ടുള്ള അവരുടെ സപ്ലൈ ഈ റിലേറ്റഡ് ആർട്ടിലറീസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന ചില ഡിപ്പോകൾ ഉൾപ്പെടെ അവർ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ ഇവരിത് ചെയ്യുന്നതിൽ റഷ്യ വലിയ ബോധേഡ് അല്ലാതിരിക്കാൻ സാധ്യത ഉണ്ടെന്നും ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. പിന്നെ പറയുന്ന കാര്യം, എന്തുകൊണ്ട് യുക്രൈൻ ഇങ്ങനെ ഒരു സിംബോളിക് വിക്ടറി ആണെങ്കിലും ആ ഒരു വിക്ടറി നേടാൻ നിർബന്ധിതരാന്നുള്ള കാര്യമോ എന്ന് വെച്ചാൽ യുക്രൈൻ റഷ്യ വാറിൽ ആയുധങ്ങളും ധനവും കൊടുത്ത് സഹായിക്കുന്ന, പണവും കൊടുത്ത് സഹായിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയാണ്. ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും മുന്നിൽ എടുത്തു കാണിക്കാൻ ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ടും യുക്രൈൻ ഇല്ലായിരുന്നു. അപ്പോൾ യുക്രൈന് ഈ ബാറ്റിൽ റെഡി ആണെന്നും അവർക്ക് വേണമെങ്കിൽ ലീതലായിട്ടുള്ള ബ്ലോസ് ഒക്കെ ഈ റഷ്യയുടെ മുകളിൽ ഏൽപ്പിക്കാനുള്ള കഴിവുണ്ടെന്നും ഒക്കെ ഈ അവരുടെ ബാക്കേഴ്സ് ആയിട്ടുള്ള വെസ്റ്റേൺ കൺട്രീസിനെയും അമേരിക്കയും ബോധ്യപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. ഇത് ചെയ്യുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു ബോധ്യം വരികയും അവര് ഇപ്പൊ അത്യാവശ്യം ഫിനാൻഷ്യൽ കൺസ്ട്രെയിന്റ് ഒക്കെ യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ട്. ഒപ്പം അമേരിക്ക അവരുടെ ഇന്റേണൽ പൊളിറ്റിക്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാര്യം അമേരിക്കയിൽ ഇപ്പോൾ കമലാ ഹാരിസും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഇലക്ഷൻ ബാറ്റിൽ ഭയങ്കരമായിട്ട് ഹീറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ആ സമയത്ത് യുക്രൈന്
കുറച്ചുകൂടെ കൂടുതൽ ഈ രാജ്യങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം ആയിരിക്കും ഈ പറഞ്ഞ ആയുധങ്ങളും ധനവും കൊടുത്ത്. കാര്യം അവർ കുറച്ച് ബാറ്റിൽ ഫീൽഡിൽ ഒരു വിക്ടറി ഉണ്ടാക്കിയെന്നൊക്കെ കാണിക്കാൻ അവർക്ക് സഹായിക്കും. പക്ഷേ റഷ്യ ചിലപ്പോൾ തിരിച്ചടിച്ചാൽ ഈ യുക്രൈന് ചിലപ്പം അവരെ പട്ടാളത്തിനെയും കൊണ്ടുവിടുന്ന് പിൻവലിഞ്ഞ് ഓടേണ്ട ഒരു അവസ്ഥ വരും. ഈ 1000 സ്ക്വയർ കിലോമീറ്റർ പിടിച്ചെടുത്തപ്പോൾ അങ്ങനെ വന്നാൽ അത് ഈ യുക്രൈൻ്റെ ഇമേജിന് നാണക്കേടുമാവും. അപ്പൊ യുക്രൈൻ എന്തായാലും ഒരു റിസ്ക് ആണ് ഇവിടെ എടുത്തേക്കുന്നത്, ഒരു ഗാമ്പിൾ ആണ് അവർ ഇവിടെ ചെയ്തേക്കുന്നത്. അത്രേ ഉള്ളൂ ഇതിന്റെ കണ്ടന്റ്. ഇത് വായിച്ചു നോക്കിയാൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് എന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞത് ഈ ആർട്ടിക്കിളിന്റെ. ഓക്കെ, നെക്സ്റ്റ് പേജ് നമുക്ക് വേണ്ട ഒപ്പീനിയൻ പേജ് ആണ്. കാര്യം ഹിന്ദുവിൽ ഫ്രൈഡേയിൽ ഒപ്പീനിയൻ പേജ് എന്ന് പറഞ്ഞ പേജിൽ ഒരു സംഭവം ഇതിനെ കുറിച്ചുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻസ് ആൻഡ് ആ ഫീൽഡിലെ എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻസ് ആണ് വരുന്നത്. അതായത് ഇന്ത്യയിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ പ്രൊട്ടക്ഷൻ ഒരു സെൻട്രൽ ലോ വേണമോ എന്നൊക്കെ ഒരു ക്വസ്റ്റൻ ആണ്. സെൻട്രൽ ലോ അങ്ങനെ ഉണ്ടാക്കൂലെന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2-3 ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു സെൻട്രൽ ലോ വേണമെന്നൊക്കെ ഒരു സജഷൻ വന്നപ്പം പ്രത്യേകിച്ച് മമതാ ബാനർജി അത് പറഞ്ഞത്. അപ്പൊ അവർ പറഞ്ഞു സെൻട്രൽ ലോ ഉണ്ടാക്കത്തില്ല. കാരണം ഓൾറെഡി സ്റ്റേറ്റുകളിൽ എല്ലായിടത്തും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സ്റ്റേറ്റുകളിലെല്ലാം അത്തരത്തിലുള്ള വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഉള്ള സ്റ്റേറ്റ് ലോസ് ഉണ്ട്. അത് ഇഫക്റ്റീവ്ലി ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രം മതി. ദർ ഇസ് നോ നീഡ് ഫോർ സെൻട്രൽ ലോ ടു പ്രൊട്ടക്ട് മെഡിക്കൽ പ്രൊഫഷണൽസ് എന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരിങ്ങനെ ക്വസ്റ്റ്യൻ ഇട്ട് ആൾക്കാരുടെ അഭിപ്രായം ചോദിച്ചേക്കുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ അതിനടുത്ത പേജ് പോകുമ്പോൾ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിൽ ഒരു നല്ല ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആർട്ടിക്കിൾ മീൻസ് അത് കുറച്ച് ISROയുടെ കുറച്ച് മിഷൻസിനെ കുറിച്ചാണ്. അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നല്ലതാണ്. എ ലുക്ക് അറ്റ് ഓൺ ഗോയിങ് ഇന്ത്യൻ സ്പേസ് മിഷൻസ്. ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വരാൻ കാരണം എനിക്ക് തോന്നുന്നു ഇന്ന് ഓഗസ്റ്റ് 23 അല്ലേ? ഓഗസ്റ്റ് 23 ആണോ 22 ആണോ? ഓഗസ്റ്റ് 23 ആണെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് ഡേറ്റ് പോലും ഇപ്പൊ എക്സാക്ട്ലി ഓർമ്മയില്ല. ഈ ഓഗസ്റ്റ് 23 ഇന്ന് നാഷണൽ സ്പേസ് ഡേ ആണ്. ഇന്ന് ഓഗസ്റ്റ് 23 ആണെങ്കിൽ ഇന്ന് നാഷണൽ സ്പേസ് ഡേ ആണ്. നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ഓഗസ്റ്റ് 23 സെലിബ്രേറ്റ് ചെയ്യാനുള്ള കാരണം കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ചന്ദ്രയാൻ 3 എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു സ്പേസ് ഒഡീസി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 23 2023. To commemorate that achievement of Indian space scientists, Prime Minister Narendra Modi declared the date August 23 as Indian National Space Day. അപ്പൊ ആ പശ്ചാത്തലത്തില് ഈ ചന്ദ്രയാൻ വിജയത്തിന് ശേഷം, ചന്ദ്രയാൻ 3യുടെ വിജയത്തിന് ശേഷം ISRO വെറുതെ ഇരിക്കുകയാണോ അതോ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു അന്വേഷണമാണ് ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ISRO വെറുതെ ഇരിക്കുകയല്ല, അതിനുശേഷം ISROയുടെ സക്സസുകൾ, ISRO ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതാണ് ഈ പറയുന്നത്. ആദ്യം ISROക്ക് പിന്നീട് വലിയൊരു സക്സസ് ഉണ്ടായി. ആദിത്യ L1 എന്ന് പറയുന്ന ഫസ്റ്റ് സോളാർ മിഷൻ ഓഫ് ISRO. ആദിത്യ L1 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സണ്ണിനെ കുറിച്ച് പഠിക്കാനാണ്. L എന്ന് പറയുന്നത് ലഗ്രാഞ്ച് എന്നുള്ളതാണ്. L1, L2, L3, L4 അങ്ങനെ കുറെ പോയിന്റ്സുകളുണ്ട്. ലഗ്രാഞ്ച് പോയിന്റ് 1, ലഗ്രാഞ്ച് പോയിന്റ് 2, ലഗ്രാഞ്ച് പോയിന്റ് 3 അങ്ങനെയാണ് അതിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പൊ ഈ L1 എന്ന് പറയുന്നത് ഈ സണ്ണിന്റെ അടുത്ത് നിന്നുകൊണ്ട് സണ്ണിന് തൊട്ടടുത്തല്ല, സണ്ണിനെ വീക്ഷിക്കാൻ പറ്റുന്ന, സണ്ണിന് ഒരു ഇന്ററപ്ഷനും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ക്യാമറകൾ ഉപയോഗിച്ച് വീക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ആണ് ലഗ്രാഞ്ച് പോയിന്റ് 1. അവിടത്തേക്ക് നമ്മളുടെ ഒരു മിഷനെ സെൻഡ് ചെയ്തിട്ട് അവിടെ ഇരുന്നുകൊണ്ട് സണ്ണിനെ പഠിക്കുക. അതായിരുന്നു നമ്മളുടെ ആദിത്യ. അതുകൊണ്ടാണ് L1 എന്ന പേര് വരാൻ കാരണം. L1ലാണ് അത് പോയേക്കുന്നത്. ആദിത്യ L1 മിഷൻ അത് സക്സസ് ആയിരുന്നു. അത് ചന്ദ്രയാൻ കഴിഞ്ഞ ഉടനെ ആയിരുന്നു. സെപ്റ്റംബർ 2020 നമ്മൾ സെൻഡ് ചെയ്ത. പിന്നെ ഗഗൻയാനിന്റെ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ ടെസ്റ്റ് വെഹിക്കിൾ നമ്മൾ ഗഗൻയാൻ TVD1 എന്ന് പറയുന്ന സംഭവം, TV എന്ന് പറയുന്ന ടെസ്റ്റ് വെഹിക്കിൾ ആണ്. അതിന്റെ ഡെമോൺസ്ട്രേഷൻ 1 നമ്മൾ ഒക്ടോബറിൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഗഗൻയാൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു ക്രൂവിനെ നമ്മൾ സ്പേസിലേക്ക് കൊണ്ടുപോയി. അതിനാണ് നമ്മൾ ഗഗൻയാൻ എന്ന് പറയുന്നത്. അതിൽ മലയാളിയുണ്ട്, നമ്മുടെ ആക്ടർ ലെനയുടെ ഹസ്ബൻഡ് പ്രശാന്ത് നായർ എന്ന് പറയുന്ന ആളിനെയൊക്കെ ഉൾപ്പെടെ 4 പേരെയാണ് നമ്മൾ അതിനുവേണ്ടി റെഡിയാക്കി നടത്തിയേക്കുന്ന. 1-2 പേരെയാണ് ഫൈനലി കൊണ്ടുപോകുള്ളൂ. അപ്പം ആ ഗഗൻയാനിൽ ചുമ്മാ കൊണ്ടുപോകാൻ പറ്റുമോ? അതിന്റെ ടെസ്റ്റ് വെഹിക്കിളൊക്കെ ഉണ്ടാക്കി 2 വർഷത്തിനകത്ത് വെച്ച് കുറെ പരീക്ഷണങ്ങളൊക്കെ നടത്തി ആയിരിക്കും അത് ചെയ്യുന്നത്. അപ്പൊ ആ ടെസ്റ്റ് വെഹിക്കിളിന്റെ ഡെമോൺസ്ട്രേഷൻ 1 എക്സ്പെരിമെന്റ് ഒക്ടോബറിൽ 2023 നടത്തി. പിന്നെ നമ്മള് ജാനുവരി 1, 2024, അതായത് ജാനുവരി 1 ISRO ന്യൂ ഇയർ ആഘോഷിച്ചു. എക്സ്പോസാറ്റിനെ സെൻഡ് ചെയ്തോണ്ട്. എക്സ്പോസാറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ്. എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. അത് ഈ വേരിയസ് സെലസ്റ്റിയൽ ഒബ്ജക്ട്സിൽ നിന്നുള്ള റേഡിയേഷന്റെ ഇഫക്ട് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാറ്റലൈറ്റ്. അപ്പൊ അത് എക്സ്പോസാറ്റ് സെൻഡ് ചെയ്തു ISRO. പിന്നെ ISROയുടെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആയ ഇൻസാറ്റ് 3Dയെയും ISRO സെൻഡ് ചെയ്തു ഫെബ്രുവരി 17 അങ്ങനെ ഓരോന്നോരോ പറഞ്ഞേക്കാണ്. RLV-TD എന്ന് പറഞ്ഞാൽ ISROയുടെ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളിന്റെ ഡെമോൺസ്ട്രേഷൻ അത് അവർ ചെയ്തു. പുഷ്പക് എന്ന് പറയുന്ന ഒരു
റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ എൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ഉപയോഗിച്ചാണ്. ഈ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താണ്? നമ്മളിപ്പോൾ GSLV, PSLV, SSLV ഇതുപോലുള്ള ലോഞ്ച് വെഹിക്കിൾസ് ഉപയോഗിച്ചാണ് ISRO ഓരോരോ സംഭവങ്ങൾ പേലോഡ്സ് ഈ പറഞ്ഞ എക്സ്പോസാറ്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഇൻസാറ്റ് 3D ഏത് സാറ്റലൈറ്റും ആയിക്കോട്ടെ ലോഞ്ച് ചെയ്യുന്നത്. ഈ ലോഞ്ച് ചെയ്യുന്ന ലോഞ്ച് വെഹിക്കിൾ അതോടുകൂടി ഇല്ലാതാവുക. അപ്പൊ നമ്മൾ കോടികൾ മുടക്കിയായിരിക്കും ലോഞ്ച് വെഹിക്കിൾ ഉണ്ടാക്കുന്നത്. ഈ ലോഞ്ച് വെഹിക്കിൾ നമുക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ എത്ര നല്ലതായിരിക്കും? വീണ്ടും അത് ഉപയോഗിച്ചൂടെ? അമേരിക്കയിലൊക്കെ അങ്ങനെ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾസ് അവർ മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ നമ്മൾ ഡെവലപ്പ് ചെയ്യാണ്. എന്റെ പുഷ്പക് എന്നുള്ള പേരുള്ള ഒരു പരീക്ഷണം നമ്മൾ മാർച്ചിൽ നടത്തി, അത് സക്സസ്ഫുൾ ആയിരുന്നു. അപ്പൊ അത് പിന്നെ SSLVയുടെ പരീക്ഷണം ഇപ്പൊ ഫൈനൽ പരീക്ഷണം. ഇപ്പൊ SSLV എന്ന് പറഞ്ഞാൽ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, അതായത് ചെറിയ സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്യാനും വലിയ സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്യാനും മീഡിയം സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്യാനും ഒക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന PSLVയും GSLV ആയിരുന്നു. പക്ഷെ വെറും നാനോ സാറ്റലൈറ്റ്സ് 10 കിലോ 25 കിലോയൊക്കെ വെയിറ്റുള്ള സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്യാൻ നമ്മൾ യഥാർത്ഥത്തിൽ PSLV ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി നമ്മൾ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ചു. അപ്പൊ അത് കുറച്ചുകൂടെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിരിക്കും. അത് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തേക്കാണ്. അതിന്റെ ഫൈനൽ ഡെവലപ്മെന്റ് ഫ്ലൈറ്റ് അത് നടന്നു. അത് ഉപയോഗിച്ച് നമ്മൾ EOS 08 എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റിനെ സക്സസ്ഫുള്ളി ലോഞ്ച് ചെയ്തു. അത് ഓഗസ്റ്റ് 16, അതായത് കഴിഞ്ഞ ആഴ്ച ഇപ്പോ ആയിരുന്നു അത്. പിന്നെ ഇനി ഇതൊക്കെയാണ് ISRO ചന്ദ്രയാൻ 3 സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് ചെയ്ത കാര്യങ്ങൾ, ഏതാണ്ട് ഒരു വർഷം കൊണ്ട്. ഇനി ISROയുടെ റോഡ് മാപ്പ് എന്ന് പറയുന്ന സംഭവങ്ങൾ, ISROയുടെ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഇപ്പോ അതായത് കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസ് എല്ലാം ISROയുടെ കയ്യിൽ നിന്ന് എടുത്ത് മാറ്റി. കാര്യം അവർക്ക് കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി നോർമൽ ആക്ടിവിറ്റീസ് അവരിപ്പോ ചെയ്യുന്നില്ല. പണ്ടേ ചെയ്തുകൊണ്ട് റുട്ടീൻ ആക്ടിവിറ്റി അത് NSIL-നെ ഏൽപ്പിച്ചു. NSIL അത് പഠിക്കേണ്ടതാണ്. നിങ്ങൾ ഇതിൽ ഞാൻ പറഞ്ഞ ഓരോ കാര്യം പഠിക്കണം. NSIL ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണെന്ന ISROയുടെ കൊമേഴ്സ്യൽ ആക്ടിവിറ്റി. അതായത് ISRO മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി മറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ടൊക്കെ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുക, അങ്ങനെ പൈസ ഉണ്ടാക്കിയൊക്കെ ചെയ്യും. അതെല്ലാം ഇപ്പൊ NSIL ആണ്. അതുകൊണ്ട് ISROക്ക് അതിന്റെ തലവേദന ഇല്ല. അവര് ബാക്കി കുറെ പ്രൈവറ്റൈസേഷനും കൊണ്ടുവന്നിട്ടുണ്ട്. പണ്ട് പ്രൈവറ്റൈസേഷൻ ഒന്നും ഇല്ലായിരുന്നു സ്പേസ് സെക്ടറിൽ. അപ്പൊ അതുകൊണ്ട് ISRO കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് തൊട്ട് നമുക്ക് കുറെ കാര്യങ്ങളുണ്ട് ചെയ്യാൻ. ഒന്ന്, നമ്മളുടെ സ്വന്തം സ്പേസ് സ്റ്റേഷൻ ആകാശത്ത് വരാൻ പോയ 2035 ആണ് തോന്നുന്നത്, ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ നമ്മളെ മാൻഡ് മൂൺ മിഷൻ ഭാവിയിൽ വരും. നമ്മളുടെ ഇന്ത്യക്കാരൻ ചന്ദ്രനിൽ ഇറങ്ങും ISRO. പണ്ട് അമേരിക്കയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മൂൺ മിഷനിൽ തന്നെ ISRO ഒരു ലോഞ്ച് വെഹിക്കിളിന് അങ്ങോട്ട് സെൻഡ് ചെയ്തിട്ട് ഒരു റോവർ ഉപയോഗിച്ച് അവിടുന്ന് സാമ്പിൾസ് കളക്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവരും. ഇപ്പൊ നമ്മൾ അങ്ങനെയും ചെയ്യില്ല. അവിടുന്ന് സാമ്പിൾസ് കളക്ട് ചെയ്ത് സ്റ്റഡി ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സാമ്പിൾസ് കളക്ട് ചെയ്ത് തിരിച്ച് ISROയിൽ കൊണ്ടുവരും. അതൊക്കെയാണ് ISROയുടെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ അല്ല ചുമ്മാ സാറ്റലൈറ്റ് വിട്ട് കളിക്കുന്നതിൽ അവർക്ക് വലിയ താല്പര്യമില്ല. ഓക്കെ, അതൊക്കെ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ഏൽപ്പിച്ചേക്കാണ്. ഓക്കെ, അവർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ അതല്ല. അപ്പൊ പിന്നെ അവരതിൽ വീണ്ടും കിടന്ന് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ISROയുടെ അടുത്ത റോഡ് മാപ്പ് 2047 ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുന്ന ഒരു സമയത്തുള്ള റോഡ് മാപ്പിൽ അവര് ഞാൻ പറഞ്ഞ പോലെ മൂണിൽ 2040 മനുഷ്യന് ലാൻഡ് ചെയ്യിക്കുക, എന്നിട്ട് പിന്നീട് ഈ സാമ്പിൾസ് കളക്ട് ചെയ്ത് തിരിച്ചു വരിക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം ഗഗൻയാൻ മിഷനിലാണ് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു 2-3 വർഷത്തിനകം ഇന്ത്യക്കാരായിട്ടുള്ള 1-2 പേര് സ്പേസിൽ പോവും. അതാണ് ഗഗൻയാൻ മിഷൻ. അപ്പം ഗഗൻയാൻ മിഷന്റെ ഭാഗമായിട്ട് നമ്മളുടെ ഗഗൻ യാത്രീസിന് അവര് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശുഭാൻശു ശുക്ലയും പ്രശാന്ത് നായർ, മലയാളിയാണ് ഞാൻ പറഞ്ഞു, ഇവർ രണ്ടുപേരും ഇപ്പൊ അമേരിക്കയിലാണ്. അമേരിക്കയിൽ എന്തിനാണ് പോയേക്കെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അവരിലെ ശുഭാൻശു ശുക്ലാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോകാൻ പോകണം. പുള്ളിക്ക് എന്തെങ്കിലും കാരണവശാൽ വല്ല ആരോഗ്യ പ്രശ്നം അങ്ങനെ ഉണ്ടായാൽ ബാക്കപ്പ് ആയിട്ടാണ് പ്രശാന്ത് നായർ പറഞ്ഞു വിട്ടേക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ആക്സിയം സ്പേസ് എന്ന് പറഞ്ഞ പ്രൈവറ്റ് കമ്പനിയുടെ ലോഞ്ച് വെഹിക്കിളില് അവര് പിന്നീട് എവിടെ പോകും? ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോകും. അതെന്തിനാണെന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് സ്പേസിലെ കാര്യങ്ങളൊക്കെ അന്ന് അവർ എന്നിട്ട് ഇവിടെ നിന്ന് പിന്നെ ഗഗൻയാനിൽ നമ്മൾ ഇതിൽ പോകും. ഓക്കെ, അപ്പൊ അതിന്റെ ട്രെയിനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അന്തരീക്ഷ സ്റ്റേഷൻ എന്നുള്ള പേരിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും റഷ്യയുടേതാണ്. അതുപോലെ അന്തരീക്ഷ സ്റ്റേഷൻ എന്നുള്ള പേരിൽ ഇന്ത്യയുടെ പിന്നീട് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്നുള്ള പേരിൽ ഇന്ത്യയുടെ സ്പേസ് സ്റ്റേഷൻ 2035 സ്പേസിൽ വരും. അത് ISROയുടെ അടുത്തൊരു പ്രോജക്റ്റ് ആണ്. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്നുള്ള പേരിൽ ഇന്ത്യയുടെ സ്പേസ് സ്റ്റേഷൻ 2035. പിന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മളെ ഈ മാൻഡ്
ലൂണാർ മിഷനൊക്കെ നടത്തുമ്പോഴേ അതിന് ഈ PSLV SSLV ഒന്നും പോരാ, GSLV ഒന്നും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ NGLV, ന്യൂ ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ ഡെവലപ്പ് ചെയ്യും. NGLV അത് ISROയുടെ അടുത്തൊരു പ്രോജക്റ്റ് ആണ്. NGLV ഇപ്പൊ PSLV ഉണ്ട്, SSLV ഉണ്ട്, GSLV ഉണ്ട്. അതുപോലെ ന്യൂ ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ ഡെവലപ്പ് ചെയ്യണം നമുക്ക് മൂൺ മിഷനും മറ്റു മിഷൻസിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു പ്രോജക്ട് റിപ്പോർട്ടൊക്കെ ഇപ്പം കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യാനുള്ള. പിന്നെ ഇതൊക്കെ തന്നെ. പിന്നെ NSAയിൽ ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞു, ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. പിന്നെ ഇതിന്റെ അകത്ത് പഠിക്കേണ്ട ഞാൻ പറഞ്ഞു സ്പേസ് മേഖലയിൽ പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്ന് പ്രൈവറ്റ് കമ്പനികൾ ഇപ്പൊ സ്വന്തമായിട്ട് സാറ്റലൈറ്റ്സ് ഒക്കെ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ലോഞ്ച് പാഡ് സ്വന്തമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചിലരൊക്കെ ISROയുടെ ശ്രീഹരിക്കോട്ടയിലെ ലോഞ്ച് പാഡ് ഉപയോഗിച്ച് തന്നെ സാറ്റലൈറ്റ്സ് ഒക്കെ ലോഞ്ച് ചെയ്യുന്നു. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കമ്പനി ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള 2-3 കമ്പനികളുടെ പേരോട് പറഞ്ഞിട്ടുണ്ട്. അഗ്നികുൾ കോസ്മോസ്, സ്കൈറൂട്ട് എയറോസ്പേസ്, ധ്രുവ സ്പേസ്, ബെല്ലാട്രിക്സ് എയറോസ്പേസ്. ഇവരെല്ലാം ഈ 100ഓളം സ്റ്റാർട്ടപ്പുകളുണ്ട് ഇപ്പൊ സ്പേസ് സെക്ടറിൽ പ്രൈവറ്റ്. അതിലെ 3-4 പ്രധാനപ്പെട്ട കമ്പനികളുടെ പേരായി പറഞ്ഞേക്കുന്നത്. അപ്പം അവർക്കൊക്കെ ഭയങ്കര സ്വാതന്ത്ര്യം കൊടുക്കുക. പണ്ട് ISROക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ISROയുടെ മൊണോപ്പൊളി അല്ല, ഇത് ഇവർക്കെല്ലാം ചെയ്യാം. അപ്പൊ നല്ലതാണ് കാര്യം. നാസ എല്ലാം സ്വന്തമായിട്ട് കൈയടക്കി വെച്ചിരുന്നെങ്കിൽ എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഉണ്ടാവുമായിരുന്ന, ജെഫ് ബിസോസിന്റെ ബ്ലൂ ഒറിജിൻ ഉണ്ടാവുമായിരുന്ന, അങ്ങനെയുള്ള കമ്പനികളൊക്കെ ഉണ്ടായി. ഇപ്പൊ ബോയിങ് പിന്നീട് ലോഞ്ച് വെഹിക്കിളിലാണ് ഇപ്പൊ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ സുനിത വില്യംസ് പോയേക്കുന്നത്. അതിന് എന്തോ കംപ്ലൈന്റ് ആയതുകൊണ്ട് സുനിത വില്യംസിന് ഈ വർഷം തിരിച്ചു വരാൻ പോലും പറ്റില്ല, അടുത്ത വർഷം തിരിച്ചു വരാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പൊ അവിടെ പ്രൈവറ്റ് ഇൻഡസ്ട്രി ഭയങ്കര ത്രൈവിംഗ് ആണ് അമേരിക്കയിൽ. അതുപോലെ ഇന്ത്യയിലും ആവാൻ പോയാണ്. നല്ലതാണ്. പിന്നെ ഇൻ സ്പേസിനെ കുറിച്ചുകൂടെ പഠിച്ചു വെച്ചേക്കണം. ഇങ്ങനെ പ്രൈവറ്റൈസേഷൻ ഒക്കെ വരുമ്പോൾ എല്ലാ ഫീൽഡിലെയും പോലെ ഇവിടെ ഒരു റെഗുലേറ്ററി ബോഡി വേണം. ഈ പ്രൈവറ്റ് സെക്ടറിനെ കൂടെ പ്രൊമോട്ട് ചെയ്യാനും അവരെ റെഗുലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടി. ഇപ്പം ബാങ്കുകളുടെ സെക്ടറിൽ RBI ഒക്കെ ഉള്ളത് പോലെ, അല്ലെങ്കിൽ ട്രായ് ടെലികോം സെക്ടറിലുള്ളത് പോലെ, സെബി ഷെയർ മാർക്കറ്റിലുള്ളത് പോലെ ഇൻ സ്പേസ് ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് ഇൻ സ്പേസ്. ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ, അതാണ് ഇൻ സ്പേസ്. ഓക്കെ, അപ്പൊ അതും കൂടെ അറിഞ്ഞിരിക്കുക. അത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. ഇനി മറ്റ് പേജുകളിലേക്ക് പോകുമ്പോൾ മോഡി യുക്രൈനില് വിസിറ്റ് നടത്തി. ഏതാണ്ട് 30 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ യുക്രൈൻ വിസിറ്റ് ചെയ്യുന്നു. ഇപ്പൊ യുക്രൈന്റെ റഷ്യക്ക് ഇടയിൽ ഒരു പീസ് എഫേർട്ട് ഇതിന്റെ തുടക്കം ഇടാൻ വേണമെങ്കിൽ ഇന്ത്യക്ക് കഴിയുമെന്ന് അടുത്ത ഒരു പേജിലുള്ള വേൾഡ് പേജിൽ ഇതിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ ഉണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്. കാര്യം ഇന്ത്യക്ക് ഈ 2 രാജ്യങ്ങളുടെ ഇടയിൽ ഒരു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് ഇന്ത്യ ക്യാൻ ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദീസ് 2 നേഷൻസ് ആൻഡ് bring these 2 countries into the negotiation table. India has that capability. If India shows the will to do that, India's global stature will be enhanced. അത് ന്യൂസ് ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന ഇന്ത്യയും യുക്രൈനും തമ്മിലുള്ള ഡിഫൻസ് റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ഡിഫൻസ് എക്യുപ്മെന്റ്സ് ഒക്കെ ഇന്ത്യക്ക് യുക്രൈനിൽ നമ്മൾ വാങ്ങുന്നുണ്ടായിരുന്നു. യുദ്ധത്തിന് ശേഷം അതൊന്നും കറക്റ്റ് ആയിട്ട് ഡെലിവർ ആവുന്നില്ല. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഡിസ്കഷൻസ് ഒക്കെ നടന്ന. പിന്നെ സ്വിഫ്റ്റിനെ കുറിച്ചിട്ട് അത് പറഞ്ഞിട്ട്, സ്വിഫ്റ്റ് ഈ ഗ്ലോബൽ ബാങ്കിങ് സിസ്റ്റത്തിന്റെ അകത്ത് വളരെ ഒരു മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. പ്രധാനപ്പെട്ട ബാങ്കുകളെല്ലാം കൂടെ ജോയിൻ ചെയ്തുള്ള ഒരു മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമാണ് സ്വിഫ്റ്റ്. പിന്നെ ഈ പേജിൽ ബാക്കി ന്യൂസുകളും നമുക്ക് ആവശ്യമുള്ളതല്ല. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ വഖഫ് അമെൻമെന്റ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കാണാം. വഖഫ് അമെൻമെന്റ് ബില്ല്, ഈ വഖഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിം റിലീജിയസ് ആയിട്ടുള്ള ലാൻഡിനെയാണ്, അവരുടെ റിലീജിയസ് പർപ്പസിന്റെ ഭാഗമായിട്ട് ഉള്ള ലാൻഡിനെ. അത് മുസ്ലിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ലാൻഡ് വഖഫ് ലാൻഡായിട്ട് ഡൊണേറ്റ് ചെയ്യാം. അപ്പം അതാണ് ആ ലാൻഡാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ 3ാമത്തെ റിയൽ എസ്റ്റേറ്റ് ഓണർ വഖഫ് ബോർഡാണ്, ആഫ്റ്റർ ഡിഫൻസ് ആൻഡ് റെയിൽവേ. അപ്പൊ ആ ലാൻഡിന്റെ മിസ്യൂസ് ഒക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ വഖഫ് അമെൻമെന്റ് ബില്ല് കൊണ്ടുവന്നത്. പക്ഷെ അതിൽ എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ ഇപ്പോൾ JPC അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. JPC എന്ന് പറഞ്ഞാൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി. അവരെ കുറിച്ചാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. JPC ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ BJP മാത്രമല്ല, ഓപ്പോസിഷൻ പാർട്ടീസ് എല്ലാവരും കാണും. എന്നിട്ട് ആ കമ്മിറ്റി ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് ഇതിൽ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അതിനെ അപ്രൂവ് ചെയ്യും, കുഴപ്പമുണ്ടെങ്കിൽ അതിന്റെ കുഴപ്പം റെക്ടിഫൈ ചെയ്യാൻ പറയും. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇലക്ഷനെ കുറിച്ച്, ഇപ്പൊ ഹരിയാനയിലും കാശ്മീരിലും ഇലക്ഷൻ വരെയല്ലേ, രാജീവ് കുമാർ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് അവിടെ പറയാനുള്ളത്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇന്ത്യയില്
ഗ്ലേഷ്യൽ ലേക്സ് ഉള്ള കാര്യം ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞായിരുന്നു. സിക്കിമിലെ ഈ ഹിമാലയൻ ഗ്ലേഷ്യേഴ്സില് ഭയങ്കരമായിട്ടുള്ള ഉരുകലൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് റിവേഴ്സിൽ ടീസ്റ്റാർ റിവറിലൊക്കെ ഡെല്യൂഗ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ അത് ഫ്ലഡിന് കാരണമാവുന്നതും കഴിഞ്ഞ വർഷം 10-40 പേര് അങ്ങനെ മരിച്ചതും ഒരു ഡാം തന്നെ ലൊണാക് ലേക്കില് ഉള്ളൊരു ഡാം തന്നെ തകർന്നു പോയതും ഒക്കെ ഞാനത് പറഞ്ഞു. ഇന്നലെ അതുപോലെ സമാനമായ ഒരു സംഭവം വീണ്ടും സംഭവിച്ചു. അതിന്റെ പേരിലാണ് ഇപ്പൊ ഈ ന്യൂസ് വന്നത്. NHPC നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷന്റെ ഡാമുകളൊക്കെ പലതും നശിക്കുന്നു ടീസ്റ്റേല. അപ്പൊ അതുകൊണ്ട് തന്നെ NDMA നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഏതാണ്ട് 189 ഹൈ റിസ്ക് ഗ്ലേഷ്യൽ ലേക്സിന് മോണിറ്റർ ചെയ്യാൻ പോയാണ്. എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അത് ചെയ്യാൻ പോയാണ്. ഈ ഡിസാസ്റ്റേഴ്സ് തടയാനോ അല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ട് അതിന്റെ ശക്തി കുറയ്ക്കാനൊക്കെ വേണ്ടിട്ട് അതിനെ കുറിച്ചുള്ള ഒരു ന്യൂസാണ്. പിന്നെ കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലാണ്, ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ് കുംഭമേള നടക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ്. FSSAI അറിയാലോ, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഫുഡ് സേഫ്റ്റി റെഗുലേറ്റർ ആണ് FSSAI, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇവിടെ ഒരു ന്യൂസിന്റെ അകത്ത് സെന്റർ അനൗൺസസ് സിംപ്ലിഫൈഡ് നോംസ് ഫോർ സീപ്ലെയിൻ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞ ന്യൂസിന്റെ അകത്ത് ഉഡാൻ സ്കീമിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഉഡാൻ? UDAN, ഉഡാന്റെ എക്സ്പാൻഷൻ ഉഡേ ദേശ് കാ ആം നാഗരിക്. ഉഡാൻ എന്താണ്? ഉഡേ ദേശ് കാ ആം നാഗരിക്. ഇതെന്താണെന്ന് വെച്ചാല് ഇന്ത്യയിലെ ഡിഫക്റ്റ് ആയിട്ട് കിടക്കുന്ന കുറെ എയർപോർട്ടുകളുണ്ട്. ഇപ്പൊ ഞാൻ ഇന്ന് സംസാരിക്കുന്ന തിരുവനന്തപുരത്താണ്. മധുരയിൽ എയർപോർട്ട് ഉണ്ട്, മൈസൂരിൽ എയർപോർട്ട് ഉണ്ട്, ഹൂബ്ലി കർണാടകത്തിലെ എയർപോർട്ട് ഉണ്ട്. ഈ ഹൂബ്ലി എയർപോർട്ടൊന്നും വർക്കിംഗ് അല്ല, മധുര എയർപോർട്ട് വർക്കിംഗ് അല്ലെന്ന് എന്റെ വിശ്വാസം. അപ്പോൾ ഇങ്ങനെ ഡിഫക്റ്റ് ആയിട്ട് കിടക്കുന്ന എയർപോർട്ടുകൾ ഇപ്പൊ മെയിൻലി അവിടെ എക്കണോമിക്കലി വയബിൾ അല്ലാത്തതുകൊണ്ട് പല കമ്പനീസും സർവീസ് നടത്താത്തതൊക്കെയാണ്. അപ്പൊ എക്കണോമിക്കലി വയബിൾ ആക്കുക, അല്ലെങ്കിൽ വയബിൾ അല്ലെങ്കിൽ ആ നഷ്ടം ഗവൺമെന്റ് നികത്തി കൊടുക്കും. അതുപോലെ ഇതുപോലുള്ള റൂട്ടുകളിലേക്ക് സർവീസ് നടത്തുന്ന പ്ലെയിനുകളിൽ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് ലോ കോസ്റ്റിൽ, അതായത് ഹാഫ് പ്രൈസിലൊക്കെ കുറച്ച് സീറ്റ് റിസർവ് ചെയ്തിടും. ആ സീറ്റ് അങ്ങനെ റിസർവ് ചെയ്തിടുമ്പോൾ കമ്പനിയെ കൊണ്ടുവന്ന നഷ്ടവും ഗവൺമെന്റ് നികത്തി കൊടുക്കും. അതിനെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്ന് പറയും, VGF, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്. അതൊക്കെയാണ് ഉഡാൻ സ്കീമിന്റെ. അതായത് ഉഡാൻ സ്കീമിന്റെ ലക്ഷ്യം എന്താണ് നിങ്ങളുടെ ആരെങ്കിലും ചോദിച്ചാൽ പറയണം. ഒന്നാമത്തെ കാര്യം സിവിൽ ഏവിയേഷൻ അല്ലെങ്കിൽ എയർ ജേണി കോമൺ മാൻ അഫോർഡബിൾ ആക്കുക. രണ്ടാമത്തെ കാര്യം ഇന്ത്യയിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ എയർ ജേണി വ്യാപിപ്പിക്കുക. അപ്പൊ ഡിഫക്റ്റ് ആയിട്ട് കിടക്കുന്ന എയർപോർട്ടുകളൊക്കെ ഇതിന്റെ അകത്ത് ഓപ്പറേഷണലൈസ് ആക്കും ഉഡാൻ സ്കീം. പിന്നെ ബിസിനസ് പേജിൽ വരുമ്പോ നമ്മളെന്നും പറഞ്ഞ ഇൻഫ്ലേഷന്റെ കാര്യങ്ങൾ അതൊക്കെ എപ്പോഴും പറഞ്ഞാണ്. മോണിറ്ററി പോളിസി കമ്മിറ്റിയും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഇൻഫ്ലേഷനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അതിലെ റോളും അതിനെ കുറിച്ച് ആണ്. പിന്നെ വേറെ ന്യൂസ്, വാണ്ട് FDI ബട്ട് ഫോളോ ലോ ഓഫ് ദ ലാൻഡ്, ഗോയൽ ടു ഇ-ടെയിലേഴ്സ്. അതെ, ഇപ്പം എന്താണ് ഇത് പെട്ടെന്ന് പീയൂഷ് ഗോയൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കാരണം ഇന്നലെയും പറഞ്ഞായിരുന്നു അതിനെ കുറിച്ച്. ഈ ആമസോൺ ഉണ്ടല്ലോ, $1 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ് അവരുടെ കമ്പനിയിലേക്ക്. സത്യത്തിൽ അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു $1 ബില്യൺ, ഏതാണ്ട് 8,500 കോടി രൂപ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക, അത് ഇന്ത്യയെ സഹായിക്കാനാണ്. ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്, ദാറ്റ് ഈസ് നേരിട്ടുള്ള വിദേശ നിക്ഷേപം, ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ഫോർ അവർ ഇൻഡസ്ട്രി. ബട്ട് ഇൻ ദിസ് കേസ് Amazon is using this 1 billion crores of rupees or 8,500 crores of rupees for predatory pricing. Predatory pricing എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് ഇപ്പം നഷ്ടമാണ് ഇവിടുത്തെ ഇന്ത്യൻ ഓപ്പറേഷൻസ്. അപ്പൊ അവർ കൂടുതൽ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഐഫോൺ ആണെങ്കിൽ 10,000 രൂപയ്ക്ക് ഒരു വിൽക്കും. ഈ ഗ്രേറ്റ് ഇന്ത്യൻ സെയിലൊക്കെ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ 20,000 രൂപ ഫോൺ ആയിരിക്കും, 10,000 രൂപയ്ക്ക് വിൽക്കുക. അതിനാണ് predatory pricing. വേറെ ആർക്കും അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. അവർ നഷ്ടം സഹിച്ചായിരിക്കും വിൽക്കുന്നത്. അങ്ങനെ മാർക്കറ്റ് പിടിച്ചെടുക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഫണ്ടിങ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് നല്ലതാണ്, പക്ഷെ ഇത്തരത്തിലുള്ള പരിപാടി കാണിക്കാൻ പറ്റത്തില്ല എന്നാണ് ഇ-ടെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ ഇ-കൊമേഴ്സ് കമ്പനികളുടെ അടുത്ത് പീയൂഷ് ഗോയൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ പറഞ്ഞേക്കണം. പിന്നെ PMI നിങ്ങളുടെ എപ്പോഴും പറഞ്ഞ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്, ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് റേറ്റ്, അത് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി ആണെങ്കിലും സർവീസ് ഇൻഡസ്ട്രി ആണെങ്കിലും അതിന്റെ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രൈവറ്റ് ഇൻഡെക്സ് ആണ് PMI, പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. അത് HSBC ആണ് ഇത് റിലീസ് ചെയ്യുന്നത്. HSBC is a famous bank in the world. And PMI, Purchasing Managers Index, it is used to represent the growth of industrial sector that can be manufacturing industries or service industries. Okay, അപ്പോൾ അതാണ്. പിന്നെ
Q1 GDP growth may be at 6%, six quarter low എന്നൊക്കെ പറഞ്ഞാൽ Q1, Q2, Q3, Q4 ഇങ്ങനെ 4 ക്വാർട്ടേഴ്സ് ചേർന്നാണ് ഒരു വർഷത്തെ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അതിൽ Q1ന്റെ GDP ഗ്രോത്ത് റേറ്റ് വരാൻ സമയമായി. ഇപ്പം ഓഗസ്റ്റ് ആയില്ലേ, അപ്പം ജൂൺ, ഏപ്രിൽ, മെയ്, ജൂൺ ആണ് Q1 എന്ന് പറയുന്നത്. ഇപ്പൊ Q2 ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ Q1ന്റെ ഡേറ്റ ഇപ്പൊ വരും, GDP ഗ്രോത്ത് റേറ്റ് ഡേറ്റ. അത് NSO ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. NSO അല്ല, അതെ NSO ആണ്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അവരാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അവർ ഉടനെ റിലീസ് ചെയ്യും. അപ്പൊ ആ ഗ്രോത്ത് കുറച്ച് കുറവായിരിക്കും എന്നാ പറയുന്നത്. ഇതൊക്കെയാണ് ഈ പേജിലെ ന്യൂസുകൾ. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ അവിടെ ഇന്റർനാഷണൽ പേജിൽ ആകെ എനിക്ക് പറയാനുള്ള, ബാക്കി എല്ലാ ദിവസത്തെയും പോലെ തന്നെ ശ്രീലങ്കയിലെ ഇലക്ഷനും ശ്രീലങ്കയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ, യുദ്ധം, അതൊക്കെ തന്നെ. ആകെ പറയാനുള്ള മോഡി അറ്റംപ്റ്റ്സ് എ ട്രിക്കി ബാലൻസ് ഇൻ കീവ് ആസ് US റഷ്യ വാച്ച് ക്ലോസ്ലി. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഇന്ത്യക്ക് വേണമെങ്കിൽ ഒരു നെഗോഷിയേറ്റർ ആയിട്ട് യുക്രൈന്റെയും റഷ്യയുടെയും ഇടയിൽ നിൽക്കാൻ പറ്റും. കാര്യം അവർ കൺട്രി ഇന്ത്യ ഈസ് അക്സെപ്റ്റബിൾ ടു ബോത്ത് ദീസ് റൈവൽസ്, റഷ്യ ആൻഡ് യുക്രൈൻ. സോ ഇന്ത്യ can act as a negotiator and bring these two countries into the negotiation table. And if India succeeds in that effort, and if India willingly അത് അങ്ങനെ ഒരു ഇത് എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ, ഇന്ത്യ എടുക്കണമെന്നാണ് ഇതിലെ എക്സ്പെർട്ടുകളൊക്കെ പറഞ്ഞത്. അങ്ങനെ ചെയ്താൽ ഇന്ത്യയുടെ ഗ്ലോബൽ സ്ട്രക്ചർ ക്യാൻ ബി എൻഹാൻസ്ഡ് എന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. അതൊക്കെ അതിലുള്ളൂ. പിന്നെ സ്പോർട്സ് പേജിൽ പ്രത്യേകിച്ച് സ്പോർട്സ് ഒന്നും പറയാനില്ല. കാരണം അങ്ങനെ ഒരു പറഞ്ഞ് പഠിക്കേണ്ട സ്പോർട്സ് ഒന്നും ഇപ്പം നടക്കുന്നില്ല വേൾഡിൽ. ജാനിക് സിന്നർ സിൻസിനാറ്റി ഓപ്പൺ വിൻ ചെയ്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ജാനിക് സിന്നർ ഈസ് ദ വേൾഡ് നമ്പർ 1 മെയിൽ ടെന്നീസ് പ്ലെയർ. ഹീസ് ഫ്രം ഇറ്റലി, ജാനിക് സിന്നർ. നെക്സ്റ്റ് പേജില് ബുച്ചി ബാബു എന്ന് പറഞ്ഞൊരു ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുന്നുണ്ട്. അത് ഒരു ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ആണ്. ബുച്ചി ബാബു. പിന്നെ ഈ പേജിലൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ഡോക്ടേഴ്സിന്റെ സ്ട്രൈക്ക്, മോഡി പോളണ്ട് വിസിറ്റ് ചെയ്തത്, പോളണ്ടിന്റെ പ്രൈം മിനിസ്റ്റർ ഡൊണാൾഡ് ടസ്കിന്റെ കൂടെ മോഡി നിൽക്കുന്നതും ഒക്കെ. അല്ലാതെ അവിടെ പ്രത്യേകിച്ച് വലിയ എഗ്രിമെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല പോളണ്ടിലൊന്നും ഇന്ത്യയുടെ. ഇത് ഒരു സിംബോളിക് വിസിറ്റ് ആയിരുന്നു. പിന്നെ അടുത്ത പേജുകൾ സ്റ്റേറ്റ് പേജിലൊന്നും നമുക്കൊന്നും ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല. അതെല്ലാ ദിവസവും നമ്മൾ ഞാനത് എടുത്തിടും, അതിൻ്റെ അതൊന്നും പറയാൻ കാണാറില്ല. സോ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞത്. എല്ലാവരും ന്യൂസ് പേപ്പർ നന്നായിട്ട് വായിക്കുക ഈ വീഡിയോ കണ്ടതിന് ശേഷം. അപ്പോൾ വീഡിയോ ഇപ്പം ആൾക്കാർ കാണുന്നതൊക്കെ കുറവാണ്. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്യും, ബാക്കി നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും എനിക്ക് എന്നുള്ള റിക്വസ്റ്റ് ആണ്, നിങ്ങളത് ചെയ്യാറില്ലെങ്കിലും എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് അതുപോലെ ഒന്ന് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.